എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, നമ്മെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ അനുദിന വചനം ജീവിതത്തിലെ അഗ്നിശോധനകൾ, ദി ഓർഡിയൽ ഓഫ് ലൈഫ്. 1 പത്രോസ് 4:12 തിരുവചനം. 1 Peter chapter 4 verse 12. Beloved, do not be surprised at the fiery trial when it comes upon you to test you as though something strange were happening to you. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാറിന കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ പത്രോസ്ലീഹായുടെ ലേഖനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുടെ നടുവിൽ ആത്മീയ ബലം പകരുന്നവയാണ്. പ്രത്യേകിച്ച് പത്രോസ് എഴുതിയ 1 ലേഖനം 4 കഷ്ടസമയങ്ങളിൽ കരുത്തു പകരുന്നു. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുപോലെ നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ എന്ന് പറഞ്ഞാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ദൈവമക്കൾക്ക് കഷ്ടങ്ങൾ ഉണ്ടാകുകയില്ല എന്നില്ല. കഷ്ടങ്ങളിൽ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാകും. ദൈവമക്കൾ ജീവിതത്തിൽ ഒരു അപൂർവ കാര്യം സംഭവിക്കുന്നുവെങ്കിൽ അതിൽ അതിശയിച്ചു പോകരുതെന്ന് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വച്ച് അതിശയിച്ചു പോകരുത്. ഈ വചനത്തിലൂടെ നമുക്കൊന്ന് ചിന്തിച്ചു തുടങ്ങാം. ഈ വാക്യത്തിൽ 3 കാര്യങ്ങൾ മനുഷ്യന് വന്ന് ഭവിക്കുമെന്ന് പത്രോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. 1 പരീക്ഷ, 2 അഗ്നിശോധന, 3 അപൂർവ കാര്യം. ദൈവമക്കൾക്ക് ഒരു ഉറപ്പുണ്ട്. അവരുടെ കൂടെയുള്ള യേശുനാഥൻ ഇതുപോലെയുള്ള അനുഭവങ്ങൾ കൂടി കടന്നു കഷ്ടങ്ങളെ ജയിച്ചവനാണെന്ന്. ആമേൻ. യേശുവിൻ്റെ ജീവിതത്തിലും അഗ്നിശോധനകളും പരീക്ഷകളും അപൂർവ കാര്യങ്ങളും ഉണ്ടായി. എന്നാൽ യേശു അവയെ ജയിച്ചു, സാത്താനെ തോൽപ്പിച്ചു. ആ കർത്താവ് നമ്മോട് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 16:33 നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത്
നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനാൽ ദൈവമക്കൾക്ക് അഗ്നിശോധനയും പരീക്ഷയും അപൂർവ കാര്യങ്ങളും വന്നു ഭവിച്ചാൽ അവർ അതിശയിച്ചു പോകുകയില്ല. കാരണം ലോകത്തെ ജയിച്ചവൻ പറയുന്നു, ഈ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന്. എന്തിനാണ് ജീവിതത്തിൽ അഗ്നിശോധനകൾ? തീയിൽ ഇരുമ്പ് പണിയപ്പെടുമ്പോൾ കേടുവന്നാൽ ആ ഇരുമ്പിനെ വലിച്ചെറിയാം. എന്നാൽ സ്വർണമാണ് തീയിൽ കടത്തിവിടുന്നതെങ്കിൽ അതിന് ഉദ്ദേശിച്ച ആകൃതി വന്നില്ലെങ്കിൽ പുറത്തു കളയാൻ സാധിക്കില്ലല്ലോ. കാരണം സ്വർണം വളരെ വിലയേറിയതാണ്. അതുകൊണ്ട് തട്ടാൻ തനിക്ക് ബോധിച്ച ആകൃതി വരുന്നതുവരെ അതിനെ ചൂടാക്കി അതിൻ്റെ മാലിന്യങ്ങളെ കളഞ്ഞ് ശുദ്ധി ചെയ്ത് തനി മാറ്റുള്ള സ്വർണമാക്കി അതിനെ മാറ്റും. ഇതാണ് ദൈവവും ചെയ്യുന്നത്. നാം ലോകത്തിൽ അഴിഞ്ഞു പോകുന്ന സകല വസ്തുക്കളെക്കാൾ വിലയേറിയവരാണ്. ഈ സ്വർണത്തെ സഹനമെന്ന തീച്ചൂളയിലൂടെ കടത്തിവിട്ട് മേത്തരമായ തങ്കമാക്കി തരുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. സഹനത്തിന്റെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. ഏത് അഗ്നിശോധനയിലും സ്വർഗം തുറന്ന് ദൈവം താഴെ ഇറങ്ങി വരും. ശത്രുഘ്നമേശക് അബ്നഗോ എന്നീ ബാലന്മാരുടെ ജീവിതത്തിൽ ആ ഒരു സംഭവം നാം ഓർക്കുന്നത് നന്നായിരിക്കും. നാലാമൻ ഒരുവൻ അഗ്നിയിൽ ഇറങ്ങി വന്നു. അത് വാഗ്ദത്തം ചെയ്ത ദൈവപുത്രനായിരുന്നു. എന്തിനാണ് ജീവിതത്തിൽ പരീക്ഷകൾ? നാം കൊള്ളാവുന്നവരാകാൻ, നാം ജീവിതത്തിൽ ജയിക്കുവാൻ. പരീക്ഷയില്ലാതെ മുകളിലേക്ക് കയറ്റം ഇല്ല. എന്തിനാണ് ജീവിതത്തിൽ അപൂർവ കാര്യങ്ങൾ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ തേജസ്സും മഹത്വവും അറിയുന്നതിനു വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി. 1 പത്രോസ് 4:13-14 വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിടവരും. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാൻ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവും നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ആമേൻ. ദൈവമക്കൾ കഷ്ടങ്ങളിൽ അതിശയിച്ചു പോകുകയോ പതറിപ്പോകുകയോ ചെയ്യുകയില്ല. അവർ കഷ്ടതയിൽ പ്രശംസിക്കും, സന്തോഷിക്കും, ഉല്ലസിക്കും. കാരണം അവർക്കറിയാം, ഈ ഭൂമിയിലെ ഹ്രസ്വകാലവാസം കഴിഞ്ഞാൽ ദൈവത്തോടു കൂടെ വാഴുന്ന ഒരു സുദിനം എത്രയും വേഗം ആഗതമാകും എന്ന്. അതിനാലാണ് യേശുവിൻ്റെ സകല ശിഷ്യന്മാരും കഷ്ടങ്ങളെ മാറോടണച്ച് സ്വീകരിച്ചത്. കല്ലുകൾ ശരീരത്തിൽ മാറി മാറി വന്ന് പതിച്ചപ്പോൾ സ്തെഫാനോസ് പതറിയില്ല. സ്തെഫാനോസ് കഷ്ടങ്ങളിൽ പതിക്കുന്നത് കണ്ടപ്പോൾ സ്വർഗം അടങ്ങിയിരുന്നില്ല. സ്വർഗം സ്തെഫാനോസിന്റെ നേരെ തുറന്നു. മാത്രമല്ല, അവനെ സ്വീകരിപ്പാൻ യേശു ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും സ്തെഫാനോസ് കണ്ടു. എത്ര വലിയ ബഹുമാനമാണ് സ്തെഫാനോസിന് കിട്ടിയത്! നാം അഗ്നിശോധനയിലൂടെ കടക്കുമ്പോൾ, ജീവിതത്തിൽ പരീക്ഷകളും അപൂർവ കാര്യങ്ങളും വന്ന് ഭവിക്കുമ്പോൾ, സ്വർഗം തുറന്ന് നമ്മെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു നല്ല പിതാവാണ് നമുക്കുള്ളത്. പത്രോസ്ലീഹയുടെ വചനം ഹൃദയത്തിൽ നമുക്ക് ഒപ്പിയെടുക്കാം. 1 പത്രോസ് 4:15-16. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയേ വേണ്ടത്. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിത്യനും പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ ആയുസ്സിന്റെ ഒരു ദിനം കൂടെ കാണുവാനും കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ മയക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ അവിടെ ഞങ്ങളെ കാത്തുപരിപാലിച്ചത് കൊണ്ട് ആരോഗ്യത്തോടെ വിശുദ്ധ പ്രാകാരങ്ങൾക്ക് കടന്നു വരുവാൻ അവിടെ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. തിരുമുഖം കണ്ടുണരുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അഗ്നിശോധനകൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകാതെ ഒരു പടി കൂടി അങ്ങിൽ ആശ്രയിച്ച് മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ പുറകോട്ട് പോകാതെ പടചേർത്തവൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളികളെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് തിരുവചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക്
നല്ല റിസൾട്ട് അവിടുന്ന് കൊടുത്തതിനായി നന്ദി പറയുന്നപ്പ. കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് പ്രകാശിപ്പിച്ച് അവിടുന്ന് അവരെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നപ്പ. തുടർന്നുള്ള ഭാവിയിൽ അവരുടെ പഠന കാര്യങ്ങളെല്ലാം അവിടുത്തെ ഹിതപ്രകാരം മുന്നോട്ട് നയിക്കുവാൻ മക്കളെ സഹായിക്കണമേ. സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടി കരങ്ങൾ തുറന്ന് ഈ കാലഘട്ടത്തിൻ്റെ ദുഷ്ടശക്തിയിൽ, ആ വലയത്തിൽ, ആ നെറ്റിൽ കുഞ്ഞുങ്ങൾ കുരുങ്ങിപ്പോകാതെ ഹല്ലേലൂയ ദൈവഹിതം ഇന്നതെന്ന് മനസ്സുവരിക്ക് തിരിച്ചറിയുന്ന തലമുറകളായി ജീവിക്കാൻ മക്കളെ സഹായിക്കണം. അവിടെ ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങ് തരാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. അവിടുന്ന് തരുന്നതെല്ലാം നന്ദിയുള്ള ഹൃദയത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്നവരുടെ ജീവിതത്തിൽ അവരഭിമുഖീകരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ മക്കളെ സഹായിക്കണം. ആകാശമാർഗത്തിലൂടെയും കരമാർഗത്തിലൂടെയും ജലമാർഗത്തിലൂടെയും യാത്ര ചെയ്യുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രത്യേകിച്ച് കേരളത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, തമിഴ്നാടിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കർണാടകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ബീഹാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ മാറ്റമില്ലാത്ത സത്യസുവിശേഷമായിട്ട് പോയിരിക്കുന്ന ഓരോ ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായി സമർപ്പിക്കുന്ന അവരുടെ ജീവിതത്തിൽ അവർ കടന്നുപോകുന്ന സഹനങ്ങളെ അതിജീവിക്കുവാൻ, ശക്തീകരിക്കുവാൻ, ശക്തിപ്പെടുവാൻ, ബലപ്പെടുവാൻ അവിടുത്തെ അടിപ്പിണരുകളാൽ അവർക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുക, സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവേ, ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ഇന്നതെന്നറിഞ്ഞ് തക്ക സമയത്ത് ഞങ്ങളെ മാനിക്കുന്ന കർത്താവേ, അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആയിരം വാക്കുകൾ മിണ്ടിയൽ പോരെ കാന്തനാമെന്നേശുവേ. ആയിരം വാക്കുകൾ മിണ്ടിയൽ പോരെ കാന്തനാമെന്നേശുവേ. ദിനം തോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. ദിനം തോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ മാറനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിൻ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിൻ ഉടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ.